നമുക്ക് മെസ്സേജിനായിട്ട് ഒരു വചനം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10 മുതൽ അവസാനം വരെയുള്ള വേദഭാഗങ്ങൾ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശതനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലാദെൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടൊരു സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും, എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തിരുവചനം വായിക്കപ്പെട്ടിരിക്കുന്ന കർത്താവെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് യോഹന്നാനിലൂടെ പ്രദർശിപ്പിച്ചത് കോടിക്കണക്കിന് ജനങ്ങൾക്ക് 2000 വർഷമായും മറിഞ്ഞിരിക്കുന്ന ദൈവവചന സത്യം അന്ത്യനാളിൽ അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശുവേ, ഇതിൻ്റെ ആത്മീയ മർമ്മം, ആ നാദം ഞങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മുടെ ആത്മക്കണ്ണ് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് കായ്ക്കുന്ന ഫലങ്ങളായി അത് ശേഖരിക്കാൻ വരുമ്പോൾ എടുക്കപ്പെടുവാനും പരിശുദ്ധാത്മാവെ തന്നെ സഹായിക്കണം. ഓരോ പ്രദേശത്തിരിക്കുന്നവരെയും പിന്നത്തേതിൽ കേൾക്കുന്നവരെയൊക്കെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സത്യം തിരിച്ചറിയുവാൻ, നാദം തിരിച്ചറിഞ്ഞ് ആ നാദത്തിനൊത്ത് ജീവിപ്പാൻ സഹായിക്കണമേ. ഓരോ അപ്പോസ്തലൻ ചോദിച്ചിട്ടുണ്ട്, ഒരുവൻ കാഹളം ഊതുമ്പോൾ നാദം തിരിച്ചറിയാതിരുന്നാൽ ആർ പടയ്ക്കൊരുങ്ങും? അത് കാഹളം ഊതിയിരിക്കുന്നു, പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചിരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മർമ്മം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആരും കർത്താവിന്റെ വരവിലേക്കായി ഒരുങ്ങുകയില്ല. കർത്താവെ, പൂർണ്ണ ഗൗരവത്തോടായിരിക്കാൻ നമ്മെ സഹായിക്കണം. സകല അങ്ങയുടെ നാമം മഹത്വനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവസാനം എടുത്തത് അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു എന്ന ഭാഗമാണ് എടുത്തത്. അത് പൂർത്തിയാക്കിയില്ല, കാരണം അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. സമയം ഏകദേശമായി പോയിരുന്നു. ഇപ്പൊ നമുക്കത് വീണ്ടും എടുത്ത ഭാഗം ഒരല്പമുണ്ട്, അത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം. ശ്രദ്ധിക്കുക. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. വെള്ളം എന്തിനെയാണ് കാണിക്കുന്നത്? അത് വെളിപ്പാട് പുസ്തകം 17:15 ഉണ്ട്. നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷക്കാരും അത്രേ. അവന്റെ ശബ്ദം പുരുഷാരത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഒരു വ്യക്തിയുടെ ശബ്ദം പുരുഷാരത്തിന്റെ ഇരച്ചിൽ പോലെ. ആ ശബ്ദം സാക്ഷികളുടെ കൂട്ടത്തിൻ്റെതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, സാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് തന്ന നന്മ ഞാൻ സഭയിൽ വന്ന് സാക്ഷീകരിക്കുന്ന ആ സാക്ഷ്യത്തിന്റെ അല്ല, ക്രിസ്തുവിന്റെ ജീവിതം ഞാൻ ജീവിച്ചുകൊണ്ട് ജീവിതം പ്രദർശിപ്പിക്കുകയാണ്. എങ്ങനെ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അപ്പോസ്തലന്മാർ നടന്നതുപോലെ, യേശു നടന്നതുപോലെ ക്രിസ്തീയ ജീവിതവും ആ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചും കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതാണ് സാക്ഷികൾ. ഓക്കെ. പാപത്തിന് മുന്നറിയിപ്പ് ശ്രദ്ധിക്കാതെ പാപം ചെയ്തവർക്കെതിരായി സാക്ഷികളായി എഴുന്നേറ്റ് ന്യായ ദിവസത്തിങ്കൽ സാക്ഷ്യം പറയുന്നതിന്റെ ശബ്ദമാണ് അത് കേട്ടത്. അതായത് ദൈവവചനം പറഞ്ഞിട്ട് ആ വചനപ്രകാരം ജീവിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം ആകാത്ത ജനങ്ങളുടെ അവരോടുകൂടെ സുവിശേഷം അറിയിച്ച ശബ്ദമാണ്. 7 സഭാദൂതന്മാരുടെ ശബ്ദം വളരെ തെളിഞ്ഞതും ഉച്ചത്തിലും അപ്പോൾ കേൾക്കാൻ കഴിയും. യേശുവിന്റെ രക്ഷയുടെ ശക്തിയെക്കുറിച്ച്
അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്തെക്കുറിച്ച് എല്ലാം പ്രസംഗിച്ച ആ വിശ്വസ്ത പ്രാസംഗികരുടെ ശബ്ദമാണ്. തങ്ങളുടെ ജീവനേക്കാൾ ഉപരിയായി വചനത്തിന് വേണ്ടി എപ്പോഴും നിലനിന്ന അവരുടെ ശബ്ദം. കേട്ടല്ലോ, ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിന്റെ ഇഷ്ടം ഒരു വ്യക്തിയിലൂടെ സംസാരിച്ചിരിക്കുന്നു എന്നാണ് നമ്മളിത് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് ഒന്നുകൂടെ ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കുക. സുവിശേഷം അറിയിക്കാൻ പോകുന്നവര് ഈ ഉദ്ദേശത്തോടു കൂടി ആണോ പോകുന്നത്? പോകാത്തവര് ഈ ഉദ്ദേശം അറിഞ്ഞില്ലെങ്കിലും തള്ളപ്പെടും. നോക്കുക, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്തെക്കുറിച്ചും എല്ലാം പ്രസംഗിച്ച ആ വിശ്വസ്ത പ്രാസംഗികരുടെ ശബ്ദം. അടുത്ത് അവരെന്താണ്? തങ്ങളുടെ ജീവനേക്കാൾ ഉപരിയായി വചനത്തിന് വേണ്ടി എപ്പോഴും നിലനിന്നവരുടെ ശബ്ദം. എൻ്റെ ആവശ്യങ്ങൾക്കും എൻ്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും നമ്മൾ കർത്താവിനെ പറഞ്ഞു കൊടുത്തിട്ട് വിശ്വസിക്കാത്തവരുടെ ആവശ്യങ്ങൾക്കും പോയി സഭാരാധന ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ അത്രയും സമയം കർത്താവിനോട് കൂടെ ചേർന്നിരിക്കാതെ അവരുടെ കാര്യങ്ങളിൽ സഭാരാധന ഉള്ള സമയം അവരോടൊപ്പം കൂട്ടാളികളാകുന്നവരുടെ ശബ്ദം അവിടെ കേൾക്കുകയില്ല. തങ്ങളുടെ ജീവനേക്കാൾ ഉപരിയായി, ഇതൊരു വചനമാണ്, അറിയാലോ, നമ്മക്കാൾ അധികമായി കർത്താവിനേക്കാൾ അധികമായി എന്തിനെ സ്നേഹിച്ചിരുന്നാലും അത് കർത്താവിന് ഇഷ്ടമുള്ളതല്ല. പരിശുദ്ധാത്മാവിൽ കാലാകാലങ്ങളിലെ യേശുക്രിസ്തുവിന്റെ ശബ്ദമായി അവിടെ കേൾക്കുന്നു. കണ്ടല്ലോ, നമ്മളാണ് പോയി സുവിശേഷം അറിയിച്ചത്. പക്ഷെ അന്ന് അവിടെ കേൾക്കുമ്പോൾ ആരുടെ ശബ്ദമായി? ദൈവ ശബ്ദമായി. അതെന്താണെന്ന് അറിയാമോ? നമ്മൾ പോയി ഒരാളോട് സുവിശേഷം പറയുമ്പോൾ, ഇപ്പം എന്നോടോ നമ്മളോട് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കത് അദ്ദേഹത്തിന്റെ ശബ്ദമായിട്ട് അല്ല കേട്ടത് എങ്കിൽ നമ്മൾ വരില്ല. ആ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ ചെന്നപ്പോൾ മുൻകുറിക്കപ്പെട്ട വിത്തായതിനാൽ, ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതിനാൽ, ആ വചനത്തിന് ഈ കേട്ട ദൈവവചനം, അദ്ദേഹം പറഞ്ഞ ശബ്ദമല്ല, അദ്ദേഹം പറഞ്ഞ ആ വചനം ദൈവ ശബ്ദമായി കേട്ടു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളും പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ദൈവശബ്ദമായി ഒരിക്കൽ, ഇന്ന് നമുക്കറിയില്ല, എൻ്റെ ശബ്ദം പല ടൈപ്പിലുള്ള ആൾക്കാരുടെ ശബ്ദങ്ങൾ പല ടൈപ്പാണ്, സഹോദരന്മാരുടെയും. പക്ഷെ അവിടെ കേൾക്കുമ്പോൾ ചെല്ലുന്നത് എല്ലാം ഒറ്റ ശബ്ദമായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, ബ്രദർ, താങ്ക് യു. യേശു ക്രിസ്തുവിന്റെ ശബ്ദമായി നമ്മുടെ കേൾക്കും. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. കണ്ടല്ലോ, ഇത് യോഹന്നാൻ സുവിശേഷം 17:20 യേശുവിന്റെ പ്രാർത്ഥനയാണ്. യേശു അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത്, കർത്താവേ, ഞാൻ ഇവരുടെ അടുക്കൽ ഇരിക്കുന്നില്ല, ഞാൻ അവിടെ വരുന്നുണ്ട്, ഇവരെ കാത്തുകൊള്ളണമേ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അപ്പോസ്തലന്റെ കേൾക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് 20ാമത്തെ വാക്യമാകുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുകയാണ്, ഇവരുടെ വചനം കേട്ട്, അതായത് അപ്പോസ്തലന്മാർ വന്ന് ലോകത്തോട് പറയുന്ന വചനം കേട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോസ്തലന്റെ വചനപ്രകാരം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാത്ത ഒരു വ്യക്തികൾക്കും വേണ്ടിയിട്ട് യേശു മധ്യസ്ഥ വഹിക്കില്ല. കാരണം എന്താ? അപ്പോസ്തലൻ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ അയച്ചവനെ തള്ളുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാകുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി യേശു മധ്യസ്ഥ വഹിക്കുകയില്ല. ഇന്ന് നമ്മളൊരു വില ഇട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ വഹിക്കുന്ന കർത്താവ് അവിടെ ഉണ്ടെന്ന് പറയാം. പക്ഷെ ഈ വചനവുമായി ത്യാഗിയായി പോയില്ല എങ്കിൽ നോഹയുടെ കാലത്ത് കോടിക്കണക്കിന് ജനത്തെ കൊന്നു കളഞ്ഞതുപോലെ തന്നെ ആകും. ഇന്നും ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഒരു വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിപ്പോകുന്ന നിസ്സഹായനായ ഒരുവന്റെ സ്ഥിതി എത്ര ഭയാനകമായ ഒന്നാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ്, ഉരുൾപൊട്ടുന്ന സമയത്തെല്ലാം പാറക്കെട്ടുകളും വെള്ളവും എല്ലാം ഒഴുകി വരുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ അതിനോടൊപ്പം ഒഴുകി അങ്ങ് പോവുകയാണ്. നോക്കുക, എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവന് സംഭവിക്കാൻ പോകുന്ന ആ ഭയങ്കരമായ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കേൾക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഉഗ്രമായ അലർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുവേൻ. അതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന ന്യായവിധി ദിവസത്തിൽ അനേകം സാക്ഷികളുടെ ശബ്ദം നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും അത് തന്നെയാണ്. നിസ്സഹായനായി ഇനി രക്ഷയില്ല. കാര്യം എന്താ? സമയം തീർന്നു കഴിഞ്ഞു. സമയം വൈകുന്നതിന് മുമ്പ് കരുതലുള്ളവരായിരിപ്പേൻ. ഈ നിമിഷം തന്നെ അതേക്കുറിച്ച് ജാഗ്രതയുള്ളവനായിരിപ്പേൻ. നമ്മുടെ ചിന്തകളും ഈ നിമിഷത്തിൽ തന്നെ സ്വർഗത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഓർത്തുകൊള്ളുവേൻ. അവിടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. കണ്ടല്ലോ,
അതായത് പ്രവാചകൻ മുമ്പ് പറഞ്ഞാണ്, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടു കൂടെ ഏതെങ്കിലും കാര്യം ചെയ്യാൻ പോകും. മറ്റുള്ളവർ കാണുമ്പോൾ കൊള്ളാം, സുവിശേഷം അറിയിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നു, കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്നു, എല്ലാം. പക്ഷെ ആ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പായി എൻ്റെ ഹൃദയത്തിൽ കുറെ ചിന്തകൾ കടന്നു വരും. ആ ചിന്തകൾ കടന്നു വരുമ്പോൾ ഇത് പാസ്റ്റർ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബൈബിൾ പറഞ്ഞിരിക്കും, നമുക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ മുടക്കിയിട്ടാണ് പോകുന്നത്. എങ്ങനെയൊക്കെ കഷ്ടതയും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടാണ് എങ്കിൽ അത് പിറുപിറുത്തിട്ടല്ല ചെയ്യേണ്ടത്, സന്തോഷത്തോടെ. എന്നെ അവശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവ്, ആ കർത്താവിന് വേണ്ടി ഞാൻ പോകേണ്ടതാകുന്നു എന്ന സന്തോഷത്തോടെ ചെയ്യുന്നതൊക്കെയും സന്തോഷത്തോടെ ചെയ്യേണ്ടതാകുന്നു. ഒരിക്കലും മറ്റാരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യരുത്. ഇതിനകത്ത് ഒരു പറയുന്നുണ്ട്, വായിക്കാം. ഓക്കെ, അടുത്തത് തന്നെയാണ്. ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാതെ വായ് കൊണ്ട് പുകഴ്ച സംസാരിച്ച പരീശനെ പോലെ നിങ്ങളായി തീരരുത്. കണ്ടോ, നമ്മളൊരു കാര്യം ചെയ്താലും മറ്റുള്ളവർ കാണുമ്പോൾ വളരെ ത്യാഗത്തോടുകൂടെ കഷ്ടതയോടുകൂടെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ പുകഴ്ത്തുമായിരിക്കും. അവർ പുകഴ്ത്തുന്നതിനോ മനുഷ്യൻ പുകഴ്ത്തുന്നതിനോ അറിയുന്നതിനോ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാതെ വായ് കൊണ്ട് പുകഴ്ച സംസാരിച്ച പരീശനെ പോലെ ആകും. ഓർത്ത് നോക്കൂ. അത് എപ്പോഴും പ്രവാചകൻ പറയാറുണ്ട്, ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പ് എന്നിലൊരു ചിന്ത വരും. ആ ചിന്ത വന്ന് കൺഫേം ആക്കിയതിന് ശേഷം ഞാൻ എഴുതി ചെയ്യുന്ന പ്രവൃത്തി അല്ല നോക്കുന്നത്, അതിനു മുമ്പ് എന്നിൽ വന്ന ചിന്ത എന്തിനു വേണ്ടി, എന്തുകൊണ്ടാണ് എന്ന് അവിടെ വെച്ചാണ് ന്യായം വിധിക്കുന്നത്. ബാക്കി അതിൻ്റെ പ്രവൃത്തി വ്യാജമായിട്ട് ദൈവം കണക്കിടും. ഓക്കെ, നിത്യജീവൻ ലഭിച്ചതിനായി ദൈവവചനം കേൾക്കുന്നതിനുള്ള നിങ്ങളുടെ അവസാനത്തെ വിളിയായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ന്യായവിധിയുടെ ശബ്ദം കേൾക്കുമ്പോഴും നിങ്ങൾ വൈകിപ്പോയേക്കാം. അവന്റെ രക്തത്താൽ പാപം മോചിക്കപ്പെട്ട് ആത്മാവിനാൽ നിറയപ്പെട്ടവരായി വചനത്തിന് അനുസരണമായി നടക്കുന്ന നമ്മുടെ ഒരു ദിവസം അവൻ മധുരമായ ശബ്ദത്തിൽ സംസാരിക്കുന്നത് നാം കേൾക്കും. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആ ജനം ഒരിക്കൽ മധുരമായ ശബ്ദം, കർത്താവിന്റെ ശബ്ദം കേൾക്കും. അത് നമ്മെ ന്യായം വിധിക്കുന്ന ശബ്ദമല്ല, അവന്റെ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിരിക്കും ആ ശബ്ദം. നിത്യജീവനാൽ വിശ്വാസമർപ്പിച്ച അനേകായിരങ്ങളുടെ ആ സ്വാഗതം അരുളുന്ന ശബ്ദം കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി വേറെ എന്താണ് വലിയതായിട്ടുള്ളത്? കർത്താവേ സ്തോത്രം. അതുപോലെ യാതൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാതെ അവന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നും അവനെ നിങ്ങളുടെ രാജാവായി സ്വീകരിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. രക്ഷിച്ചതും മാനസാന്തരത്തിനും ജീവനുമായി നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിൻ്റെയും അവന്റെ വേലക്കാരുടെയും ശബ്ദത്തിന് ചെവി കൊടുപ്പേൻ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ദൈവവചനത്തിനും സത്യസുവിശേഷം അറിയിക്കുന്നവരുടെ അവർക്കും ചെവി കൊടുക്കുവാൻ. ഓക്കെ, ഇപ്പോൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ മനസ്സിലായല്ലോ. സുവിശേഷം അറിയിക്കാൻ പോയവരുടെ സാക്ഷ്യങ്ങൾ ആണ് ഇന്ന് നമ്മൾ അവരോട് പറയുന്ന ശബ്ദം അവർ കേട്ട് തള്ളിക്കളയാതിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഈ ശബ്ദമെല്ലാം കേൾക്കും. അന്ന് അവിടെ കേൾക്കുന്നത് കർത്താവിന്റെ ശബ്ദമായിട്ടാണ്. പക്ഷെ പോയതും പറഞ്ഞതും നാം ആകുന്നു. ഓക്കെ, അടുത്തത് അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കറിയാം. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാകുന്നു. ദൈവം തന്നെ തൻ്റെ വചനം നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നതിനാൽ അതിൽ ഒരു തെറ്റും വരുവാൻ സാധ്യമല്ല. സഭയുടെ അല്ല, ഒരു സഭയ്ക്ക് 7 ദൂതനല്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാരുടെ പുതിയ നിയമസഭ തുടങ്ങുന്ന അവിടെ മുതൽ അടുത്ത് യേശുക്രിസ്തു വരുന്നതിന് മുൻപായിട്ട് ഈ സഭ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു ദൈവം എന്ന് പറഞ്ഞു തന്ന ഈ വെളിപ്പാടിൽ നിന്ന് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് 7 തരം സ്വഭാവത്തിലുള്ള സഭകളായിട്ട് ചിതറിപ്പോകുന്നതായിട്ട് 6 തരത്തിൽ ചിതറിപ്പോവുകയും ചിതറിപ്പോയ 5-ൽ നിന്ന് 1-മത്തത് ശരിയായിരുന്നു, 7-മത്തതും ശരിയായിരിക്കും. അപ്പൊ ഇതിനിടയിലുള്ള 5 സഭകൾ തെറ്റിപ്പോയതാണ്. ഈ തെറ്റിപ്പോയ സഭ അതാണ് ഇന്ന് മുതൽ കത്തോലിക്ക മുതൽ കാണുന്നത്. 1-മത്തെ എഫെസോ സഭ അത് കറക്റ്റ് ആയിരുന്നു. ആ കാലം കഴിഞ്ഞ ശേഷം വരുന്നതാണ് കത്തോലിക്ക സഭ. അവിടുത്തെ ആരാധന രീതിയൊക്കെ അറിയാലോ, അവരുടെ മധ്യസ്ഥ അറിയാലോ, അവരുടെ വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ അറിയാലോ. അവർക്ക് വചനമല്ല, കൈപ്പുസ്തകം അല്ലെങ്കിൽ പുരോഹിതൻ എന്ത് പറയുന്നു അതാണ് വരുന്നത്. ഓക്കെ, അപ്പം അവർ സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. അവരാണ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം തള്ളിയത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ
അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ട് മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ അവളെയും അവളുടെ പുത്രിമാരെയും, പെന്തക്കോസ്തുകാരാണ് ഇവളുടെ പുത്രിമാർ, പെന്തക്കോസ്ത് വരെയുള്ള കത്തോലിക്കയ്ക്ക് ശേഷമുള്ള ഈ സഭകളുടെ മുഴുവൻ പേരെയും കൊന്നുകളയും. അങ്ങനെ കൊല്ലുന്നതിന് മുൻപായിട്ട് നമ്മൾ അവരുടെ അടുക്കൽ പോയി അറിയിക്കുന്ന കർത്താവ് തൻ ഗംഭീര നാദമാണ് ഈ സത്യസുവിശേഷം. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ പ്രാപിച്ച് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം എന്ന് നമ്മൾ അറിയിക്കുന്ന ശബ്ദം കർത്താവ് തൻ ഗംഭീരനാദമാണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റാൻ സാധ്യതയില്ല. 7 സഭകൾക്കും 7. അപ്പൊ തെറ്റിപ്പോയ ഓരോ കാലത്തിലേക്കും ദൈവം ഓരോ വ്യക്തികളെ കൊണ്ടുവന്ന് അവരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും അവസാന നാളിൽ എല്ലാ സഭകളും ഇപ്പോൾ ഇവിടെ നിലവിലിരിക്കുമ്പോൾ എല്ലാറ്റിൽ നിന്നും ഒറിജിനൽ സീഡിനെ വിളിച്ച് കളപ്പുരയിലേക്ക് ശേഖരിക്കുന്ന ഒരു ഏഞ്ചലും ഉണ്ടായിരിക്കും. അത് ഒരിക്കലും വില്യം ബ്രൺഹാം അല്ല. വില്യം ബ്രൺഹാമിലേക്ക് വന്ന ദൈവത്തിന്റെ ദൂതനാണ് ഏഞ്ചൽ. ഓക്കെ, സഭായുഗങ്ങളിലെ 7 ദൂതന്മാരാണ് ഇവർ. അവരുടെ പേരുകൾ ഇവിടെ എഴുതപ്പെട്ടിട്ടില്ല. ഓരോ സഭയ്ക്കും ഓരോ ദൂതൻ നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 7 ദൂതന്മാരുണ്ടെന്ന് എഫേസ സഭയുടെ കാലം മുതൽ ലവോദിക്ക സഭയുടെ കാലം വരെ ഉണ്ടായിരുന്ന ഓരോ സഭയ്ക്കും ആവശ്യമായിരുന്ന യഥാർത്ഥ ദൂത് ആ ഓരോ സഭാകാലത്തിന്റെയും ദൂതന്മാർ നൽകി. ഉണ്ടല്ലോ, ജനങ്ങളെ വചനമനുസരിച്ച് നടക്കുന്നതിനാണ് ഈ ദൂതുകൾ നൽകപ്പെട്ടത്. അപ്പൊ ദൈവവചനത്തിന് വിരുദ്ധമായിരുന്ന ജനങ്ങളെ യഥാർത്ഥ വചനത്തോടുകൂടെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൂതന്മാരെ നൽകിയത്. ആ ദൂതുകൾ നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടില്ല. അവർ തങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനത്തോട് അല്ലെങ്കിൽ ഒറിജിനൽ വചനം വിശ്വസ്തയോടും സ്ഥിരത ഉള്ളവരുമായിരുന്നു. ആരാണ്? അറിയിക്കാൻ വന്നവരുടെ കാര്യമാണ്. അത് വിശ്വസിച്ച കുറച്ചു പേർ, ബാക്കിയെല്ലാം തെറ്റിപ്പോയവരാണ്. ഓരോ സഭാകാലവും ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ആ കാലത്തിനായി നിയമിക്കപ്പെട്ട വിശ്വസ്ത ദൂതൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് ആ സഭയെ തിരികെ കൊണ്ടുവരുന്നു. ആമേൻ. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശക്തി കർത്താവിൽ നിന്നായിരുന്നു. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഒരിക്കലും ആ വേലിയേറ്റം തടഞ്ഞു നിർത്തുവാൻ കഴിയുമായിരുന്നില്ല. അതായത് ഒരു പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ ഒരു സുവിശേഷം അറിയിച്ചതല്ലായിരുന്നെങ്കിൽ ഈ ഒരു ശുശ്രൂഷയെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നു. പക്ഷെ ഇവർക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത തരത്തിൽ ഇത് വികസിച്ച് ലോകത്തിന്റെ അനേകം ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പരിശുദ്ധാത്മ ശക്തി ഉള്ളത് കൊണ്ടാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അവന്റെ കരുതലിൽ അവർ സുരക്ഷിതരായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആരും അവന്റെ കയ്യിൽ നിന്നും അവരെ പിടിച്ചു പറിക്കാൻ കഴിയില്ല. യോഹന്നാൻ 10 പറയുന്നതാണ്, പിതാവ് എന്റെ കയ്യിൽ തന്നവയെ ആർക്കും എന്റെ കയ്യിൽ പിടിച്ചു പറിക്കാൻ കഴിയില്ല. അവയെ എന്റെ കയ്യിൽ തന്ന പിതാവിന്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. നോക്കൂ, രോഗത്തിനോ കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ ക്ഷാമത്തിനോ വാളിനോ ജീവനോ മരണത്തിനോ യാതൊന്നും തന്നെ അവരെ ക്രിസ്തേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും തള്ളിക്കളയാൻ കഴിയില്ല. അവർ അവന് പൂർണ്ണമായും കീഴടങ്ങി അവന്റെ സർവശക്തിയാൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു. അവർക്ക് നേരിട്ട ഉപദ്രവങ്ങളെ അവർ കാര്യമാക്കിയില്ല. കണ്ടോ, വേദനയും പരിഹാസവും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള മുഖാന്തരങ്ങളാണെന്ന് അവർ അതിനെ എണ്ണി. നമ്മളാണെങ്കിലോ എവിടെയെങ്കിലും പോയാൽ, കല്യാണത്തിന് പോയാൽ ബന്ധുക്കളുടെ എങ്ങനെ ട്രാക്ടർ കൊടുക്കും? നാണക്കേടല്ലേ എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ, ഞാനായാലും ശരി തന്നെ യേശുക്രിസ്തുവിനൊന്നും അറിയില്ല. നോക്കൂ, ഈ പരിഹാസമൊക്കെ ദൈവത്തിന് യേശു പറഞ്ഞിട്ടുണ്ട്, ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് കേൾക്കും. പഴയ ദൂഷി നിന്ന പരിഹാസം ഉണ്ടാകണമെങ്കിൽ കർത്താവിന്റെ ജനമായിരിക്കണം. ലജ്ജ സഹിപ്പാൻ മിസ്രായേമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയതെന്ന് എണ്ണിയ മോശയെ പോലെ. നമ്മുടെ സ്വന്തക്കാർ ബന്ധുക്കളുടെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോയി പറയുന്നത്, പുസ്തകം കൊടുക്കുന്നത് എങ്ങനെ, ട്രാക്ട് കൊടുക്കുന്നത് എങ്ങനെ, യേശുവിനെ പറയുന്നത് എങ്ങനെ എന്ന് കണ്ടാൽ യേശുവിനേക്കാൾ അധികമായി നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നതുകൊണ്ട്. അല്ല എങ്കിൽ അവരുടെ നിന്ന കാര്യമാക്കാതെ ഈ സത്യസുവിശേഷം അവരോട് പറഞ്ഞിരിക്കും. ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് വിലയേറിയതായി അവർ കരുതുകയും ചെയ്യുന്നു. ദൈവം നൽകിയ രക്ഷ എന്ന വലിയ ദാനത്തിന് നന്ദിയുള്ളവരാണവർ. അവരുടെ ജീവിതം അവന്റെ വെളിച്ചത്താൽ ജ്വലിക്കുകയും അവന്റെ സ്നേഹം, ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രിയജയം, ദയ, വിശ്വസ്തത എന്നിവ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. കണ്ടോ, ദൈവം അവരെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അതിശയങ്ങളാലും പിന്താങ്ങി ഉയർത്തി. വിഭാഗീയ മത സംഘടനകൾ അവരെ ഭ്രാന്തരെന്ന് വിളിക്കും, നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. എന്നാൽ അവർ ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്തരായി തന്നെ നിൽക്കും. കർത്താവേ സ്തോത്രം. സഭയുടെ പ്രമാണങ്ങളോട് വിശ്വസ്തരായിരിക്കുക എന്നത് പ്രയാസമുള്ള ഒരു കാര്യമല്ല. അത് കത്തോലിക്ക സഭയുടെ കാര്യമാണ്. കത്തോലിക്ക, CSI, മാർത്തോമ ഇവർക്കെല്ലാം കൈപ്പുസ്തകങ്ങളുണ്ട്. സഭ എഴുതി തയ്യാറാക്കിയ പുസ്തകങ്ങളുണ്ട് ബൈബിളിന് പുറമേ ആയിട്ട്. ഓക്കെ, അതിനോട് ചേർന്ന് നിൽക്കുന്നതിനോട് ഒരു പ്രയാസമുള്ളതല്ല. സാത്താനാണത് ഉണ്ടാക്കിയത്.
എളുപ്പത്തിൽ ജനങ്ങൾക്ക് അത് വിശ്വസിക്കുകയും അതിനോട് വിശ്വസ്തരായിരിക്കുകയും ചെയ്യാം. എന്നാൽ പെന്തക്കോസ് നാളിന് ശേഷം അപ്പോസ്തലന്മാരുടെ കാലത്തിൽ ദൈവവചനം എന്തു ഫലം പുറപ്പെടുവിച്ചുവോ അതേ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ദൈവവചനത്തോട് വിശ്വസ്തരായിരിക്കുക എന്നതാകുന്നു പ്രയാസമുള്ളത്. റോമൻ കത്തോലിക്ക സഭ അനേക വർഷങ്ങളായി വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങളോട് വിശ്വസ്ത പാലിക്കുന്നതിനാലും മാറ്റമില്ലാത്ത ആ സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിനാലും അത് തന്നെയാണ് യഥാർത്ഥ സഭ എന്ന് കുറെ നാളുകൾക്ക് മുൻപ് ഒരാൾ എന്നോട് പറഞ്ഞു. അത് തീർത്തും തെറ്റാണ്. ഗവൺമെന്റിന്റെ പിന്താങ്ങൽ ഉണ്ടായിരുന്നാൽ തന്നെയും ദൈവവചനത്തെ കൂടാതെ സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്കാണ് സഭയ്ക്ക് ഉള്ളതെങ്കിൽ അത് വളരുക തന്നെ ചെയ്യും. ദൈവവചനത്തെക്കാൾ ഉപരിയായിട്ട് മറ്റു പലതും എഴുതി ചേർത്താൽ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ എഴുതി ഉണ്ടാക്കിയാൽ ആ സഭ വളരും. പക്ഷെ ഇവിടെ വാതിലെടുക്കമുള്ളത് വഴി ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കം. ഓക്കെ, ഇത് കഠിനമായ ഉപദേശമാണ്, അത് മുറിവേൽപ്പിക്കുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഉണ്ടാവുകയുമില്ല. ദൈവിക വെളിപ്പാടുകൾ ഇല്ലാത്ത ഒരു സുവിശേഷ വേലയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായും ആ സഭ വളരും. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താണ് ദൈവിക വെളിപ്പാട്? ദൈവത്തിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ് ദൈവം എന്നത് എന്താണ്, പിതാവ് എന്ത്, പുത്രൻ എന്ത്, പരിശുദ്ധാത്മാവ് എന്ത്. ആ വെളിപ്പാടാണ് കർത്താവ് യേശു ക്രിസ്തു. ഈ ഒരു വെളിപ്പാട് ലഭിച്ച സഭയിൽ ആള് കുറവായിരിക്കും, ഇല്ലാത്ത സഭയിൽ ആള് കൂടുതലായിരിക്കും. ഇനി യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്ന സഭയുണ്ട്, ഇപ്പൊ മുൻപ് പറഞ്ഞതുപോലെ. അതിനുശേഷം അവിടെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്ന വചനങ്ങൾ പെന്തക്കോസ്തുകാരെ പോലെ തന്നെ ഒരു കുഴപ്പവുമില്ല. നോക്കൂ, നമ്മുടെ ഉപദേശം അങ്ങനെയല്ല. വേഷങ്ങളിലുണ്ട്, സംസാരങ്ങളിലുണ്ട്, പ്രവൃത്തിയിലുണ്ട്, ജീവിതത്തിലുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഉള്ളതുകൊണ്ട് ഏലിയാവിന്റെ സമസ്വഭാവമുള്ള ആത്മാവുള്ള ഒരു വ്യക്തിയിലൂടെയാണ് ദൈവം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ ആയിരുന്നില്ലെങ്കിൽ പെട്ടുപോകും. ഇത് ദൈവ ഇഷ്ടമാണ് അങ്ങനെ. അതുമാണ് ഇസബേൽ, ആഹാബ് രാജാവ് ഇസബേലിനെ കേട്ടു പോയി. ഇസബേലുകളെ കുറിച്ച് വചനം പറയുന്നത് സഭാകാലങ്ങളുടെ മുദ്രയിലേക്ക് വരാം. ഓക്കെ, യഥാർത്ഥ മാനദണ്ഡം എന്നാൽ ഈർച്ചവാളിനാൽ അറുക്കപ്പെടുകയും ഘോരമായ ഉപദ്രവങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യും. ദൈവവചനത്തോട് വിശ്വസ്തരായിരിക്കുന്ന ആ ചെറിയ കൂട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് തീർച്ചയായും ദൈവത്തിന്റെ കൂട്ടമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. വിശ്വാസത്തിന്റെ പോരാട്ടം എങ്ങനെ അവർ അതിജീവിച്ചു, എങ്ങനെ അവർ അതിലൂടെ കടന്നുപോയി, അതൊരു അത്ഭുതം തന്നെയായിരിക്കും. കർത്താവേ സ്തോത്രം. 7 സഭകളുടെ ദൂതന്മാരെ മാത്രമല്ല, ദൈവം തന്റെ വലത് കയ്യിൽ ഏന്തിക്കൊണ്ട് നിൽക്കുന്നത് ഏതൊരു സത്യവിശ്വാസിയും ദൈവത്തിന്റെ കയ്യിലാണ്. ആമേൻ. അവൻ അവിടെ നിന്ന് സ്നേഹവും ശക്തിയും ആർജിക്കുന്നതിനും ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ നന്മകളെയും സ്വീകരിക്കുന്നതിനും അവന് കഴിയും. എന്തുകൊണ്ട്? അവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും. ഒരു സഭാദൂതന് ദൈവം എന്തു നൽകുന്നു? അങ്ങനെ അവനെ അനുഗ്രഹമാക്കി ദൈവം ഉപയോഗിക്കുന്നു എന്നത് എല്ലാ വിശ്വാസികൾക്കും അവന്റെ സ്വന്തം ശരീരത്തിന്റെ എല്ലാ അംശങ്ങൾക്കും അവൻ നൽകുന്ന നന്മയ്ക്കും കരുതലിനും ഒരു ഉദാഹരണമാണ്. ആർക്ക് മാത്രം? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് മാത്രം, ഇല്ലാതുള്ളവർക്ക് അല്ല. അടുത്ത്, ഇരുവായ്ത്തലയുള്ള വാൾ എന്താണ് എന്ന് നോക്കാം. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. എബ്രായ ലേഖനം 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളവരായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു ദൈവത്തിന്റെ വചനം. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അത് ദൈവവചനമാകുന്നു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ശ്രദ്ധിച്ചോളുക. അതിന്റെ മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കും, പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമണികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ഈ വിശേഷവുമായിട്ടുള്ള വസ്ത്രം എന്താണെന്നറിയാവോ? ദൈവവചനം. ഇന്ന് നാം ഇവിടെ വെച്ച് ധരിക്കുന്നതാണ്.
ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് ആ വചനത്തോടൊപ്പം ത്യാഗം സഹിച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്ത് തന്നെ വന്നാലും ആ വചനത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് നീതിയുടെ വസ്ത്രം നമുക്ക് ധരിക്കാൻ കഴിയുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവരെ മാത്രമേ അവിടെ പോവുകയുള്ളൂ. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. എന്തിനാണ്? ന്യായവിധിക്കായിട്ട്. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചെക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇവിടെ തുടമേൽ നമ്മൾ കൺവെൻഷൻ എടുത്തതാണ്. അത് മെയിൻ ശരീരമാണ് മണവാട്ടി, അവന്റെ സഭയാണ് ശരീരമെന്ന് കാണിക്കുന്നത്. പിന്നെ തുടയിൽ എഴുതിയിരിക്കുന്നത് അധികാരത്തെ കാണിക്കുന്നു. ഓക്കെ, യോഹന്നാൻ 1:48. നഥനയേൽ അവനോട്, എന്നെ നീ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. ആർ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തു, ആർ ചെയ്തില്ല എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി കാണിച്ചു തരും. ഓരോരുത്തന്റെ രഹസ്യ പ്രവൃത്തികളെയും അവൻ വെളിപ്പെടുത്തും. ആത്മാവിനെയും ശരീരത്തെയും അത് രണ്ടായി വേർപിടിവിക്കും. അത് തന്നെയാണ് റോമർ 2:3 പറയുന്നതും. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് എങ്ങനെ തെറ്റി ഒഴിയും എന്ന് നിനക്കറിയാമോ? ദൈവം എങ്ങനെ ന്യായം വിധിക്കുമെന്ന് ദൈവവചനം പറയുന്നു. 5 മുതൽ 17 വാക്യങ്ങൾ അത് അവിടെ കാണാം. പശ്ചാത്താപമില്ലാത്ത കഠിന ഹൃദയത്തെ അവൻ ന്യായം വിധിക്കും. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞതാണ്, പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ ഹൃദയ നുറുക്കം ഉണ്ടാകണം. അതായത് ഒരു വാക്യം അവിടെ പറഞ്ഞു. ഓക്കെ, ഹൃദയ നുറുക്കം തന്നെയാണ്. അവൻ ന്യായം വിധിക്കും. മനുഷ്യന്റെ പ്രവൃത്തികളെയും അവരുടെ ഉദ്ദേശത്തെയും അവൻ ന്യായം വിധിക്കും. കേട്ടല്ലോ, മനുഷ്യന്റെ പ്രവൃത്തി, അതിന്റെ ഉദ്ദേശം, അതാണ് ആദ്യം പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ ഒരു നിരൂപണം എടുത്തിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എങ്കിൽ ആ പ്രവർത്തിക്കും കിട്ടും, എൻ്റെ ഹൃദയത്തിലെ നിരൂപണത്തിന് ഉണ്ടാവും. ദൈവം ആരുടെ മുഖം നോക്കുന്നില്ല. എല്ലാവരും അവന്റെ വചനത്താൽ ന്യായം വിധിക്കപ്പെടും. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സാധ്യമല്ല. വചനം കേട്ടിട്ടും അതിനെ അനുസരിക്കാത്തവരെ ആ വചനത്താൽ തന്നെ ന്യായം വിധിക്കും. വചനം കേട്ട് വിശ്വസിക്കുകയും എന്നാൽ അത് അനുസരണമായി ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവരെയും ന്യായം വിധിക്കും. ഇതാണ് നോഹയുടെ കാലത്ത് നോഹ പോയി ചെന്ന് പറഞ്ഞ വചനം കേൾക്കാത്തവരെ, ഏത് വെള്ളം നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചുവോ അതേ വെള്ളം തന്നെ അനുസരണം കെട്ടവരെ മുഴുവൻ മുക്കിക്കൊന്നു കളഞ്ഞു. ഇന്നും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ വചനം നമ്മെ താങ്ങിക്കെടുക്കുകയും ഈ വചനം അവിശ്വസിക്കുന്നവരെ ന്യായവിധിയിലേക്ക് അടക്കുകയും ചെയ്യും ഒരേ സമയത്ത് തന്നെ. ഇതാണ് ഇരുവായ്ത്തലയുള്ള വാൾ. എന്നാൽ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലത്തെയും അവൻ ജനഹൃദയങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. വചനമാകുന്ന യേശുവിനല്ലാതെ വേറെ ആർക്കാണ് ഹൃദയ രഹസ്യം വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്? എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളവരായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. വചനം ശക്തിയുള്ളതാകുന്നു. അതിനുവേണ്ടി അത് എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ ആ ജോലി അത് ചെയ്യുക തന്നെ ചെയ്യും. കണ്ടോ, നമ്മൾ പോയി സുവിശേഷം അറിയിക്കുമ്പോഴും അത് തന്നെയാണ്. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ വചനം എന്തിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നുവോ ആ വചനം അവിടെ ക്രിയ ചെയ്യും. സ്വീകരിക്കാത്തവരിൽ അപ്പോഴും ആ വചനത്തിനെതിരെ നിൽക്കുന്നവർക്ക് ഒരു ശിക്ഷ അതിനോടൊപ്പം തന്നെയുണ്ട്. ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു, ശാപവും അനുഗ്രഹവും വയ്ക്കുന്നു. ഏദൻ തോട്ടത്തിൽ നന്മയും തിന്മയും വെച്ചതുപോലെ ഒരു ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ശാപവും അനുഗ്രഹവും ഉണ്ട്. അനുസരിച്ചാൽ അനുഗ്രഹവും, എതിർത്താൽ ശാപവും. ഓക്കെ, എന്തുകൊണ്ടെന്നാൽ അവനെ തള്ളിക്കളഞ്ഞവർ അവനെ വീണ്ടും ക്രൂശിക്കുന്നവരാകയാൽ അവർ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുന്നു. കണ്ടല്ലോ, അവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എബ്രായ ലേഖനം 6:6. വചനം ശക്തിയോടും അധികാരത്തോടും കൂടെ വന്ന് എന്നാണ് പൗലോസ് പറയുന്നത്. വെറുതെ പറയുകയല്ല, അത് ജീവിച്ചിട്ട് അനുഭവത്തിലാണ് ഇരിക്കുന്നത്. അതാണ് പറയുന്നത്, സുവിശേഷം വചനമായി മാത്രമല്ല പരിശുദ്ധാത്മ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ അത്രയും നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്.
ആ വചനം അങ്ങനെ തന്നെ സ്വീകരിച്ചാൽ ആ വചനത്തിൽ പറഞ്ഞ ബ്ലെസ്സിങ്ങും എൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നീങ്ങിപ്പോകുന്നതിനും തടസ്സം മാറിപ്പോകുന്നതിനും ആത്മീക അനുഗ്രഹം ലഭിക്കുന്നതിനും വചനവിരുദ്ധമായി നിൽക്കുന്ന നമ്മളെ നോക്കിയിട്ട് എതിർത്ത് നിൽക്കുന്നവരുടെ അവസ്ഥയും സകലതും അതിനകത്ത് ഇൻക്ലൂഡഡാണ്. ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാവില്ല. നമുക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാകുകയില്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഇനി ദൈവം നമ്മളെ സ്നേഹിച്ചാലോ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി തരും. അതാ വ്യത്യാസം. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ നന്മക്കാരനെയൊക്കെ ഉണ്ടാവും. ദൈവം എന്നെ സ്നേഹിച്ചാൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുക, അത് തന്നെയാണ് നിത്യജീവൻ. ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, വചനം ശക്തിയോടെ തിളങ്ങി ജ്വലിക്കുന്ന ഉഗ്രമായ ഒരു വാൾ പോലെ അത് ജനങ്ങളുടെ മനസ്സാക്ഷിയിലേക്ക് കടന്നു ചെന്ന് ഒരു ഡോക്ടറുടെ കത്തി പോലെ രോഗഭാഗങ്ങൾ അറുത്തു മുറിച്ച് അതിൻ്റെ ബന്ധനത്തിൽ പെട്ടിരിക്കുന്നവരെ അതിൽ നിന്ന് വിടിവിച്ച് ആദ്യകാലത്തെ വിശ്വാസികൾ എല്ലായിടത്തും ചെന്ന് വചനം പ്രസംഗിക്കുകയും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അത് സ്ഥിരീകരിച്ച് കാണിക്കുകയും ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, പിശാചുക്കളെ പുറത്താക്കി, അന്യഭാഷയിൽ സംസാരിച്ചു. വചനം ക്രിയ ചെയ്തതിന്റെ ഫലമായിരുന്നു അതെല്ലാം. നോക്കൂ, വിശ്വസിച്ചവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ഒരിക്കലും വൃഥാവായില്ല. അതുകൊണ്ട് ചർച്ചയിൽ ഞാനും പറയുന്നത്, നിങ്ങളും വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈ ക്രിയ നടക്കണം, ശുശ്രൂഷിക്കണം, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കണം. മണവാട്ടിയാണ് എങ്കിൽ നടക്കും, പരിശുദ്ധാത്മാവകത്തുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർ കാണിച്ചു തന്നതാണ്. ഈ അന്ത്യകാലത്തിൽ യഥാർത്ഥ വചന മണവാട്ടിയിൽ അത് കൂടുതൽ ശക്തിയും ബലവും ഉള്ളതായിരിക്കും. കർത്താവ് പറയുന്നത്, വില്യം ബ്രൻഹാം പറയുന്നതല്ല ഇത്. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഈ സഭയിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഓ ചെറിയ ആട്ടിൻകൂട്ടമേ, വചനത്തിൽ തന്നെ നിലനിന്നുകൊള്ളുക. നിങ്ങളുടെ വായും ഹൃദയവും അതിനാൽ നിറയട്ടെ. ഒരു നാളിൽ ദൈവം തൻ്റെ രാജ്യത്ത് നിങ്ങളെ നിർത്തും. ആമേൻ. അടുത്ത് ഏഴാമത്തത് മുഖം, സൂര്യനെ പോലെയുള്ള മുഖം എന്ന് പറഞ്ഞത് അതെന്താണെന്ന് നോക്കാം. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. വെളിപ്പാട് പുസ്തകം 1:16. അതെ, മറുരൂപ മലയിലും അവന്റെ മുഖം സൂര്യനെ പോലെ ജ്വലിച്ചു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും കൂട്ടി തനിച്ച് ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ പ്രസാദിച്ചിരിക്കുന്നു എന്നതിൽ യേശു സ്നാനപ്പെടുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ്. അവിടെ യഥാർത്ഥ ബൈബിൾ പറയുന്നത്, ഇവനിൽ ഞാൻ വസിപ്പാൻ പ്രിയപ്പെടുന്നു എന്നാണ്. യേശു ക്രിസ്തു ഒരു ക്രിസ്തു വിശ്വാസിക്ക് മോഡലായിട്ട് കണ്ടാൽ ദൈവവചന പ്രകാരം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ സ്നാനപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇവന് ചെവി കൊടുപ്പേൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. കാര്യം എന്താ? അവനിൽ സംസാരിക്കുന്നത് അവനല്ല, പിതാവത്രേ. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കമിഴ്ന്നു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല പൊക്കിയപ്പോൾ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ഇത് ഒരു മറുരൂപ മലയിൽ നടന്നത് ആ കർത്താവിന്റെ വലയിൽ എടുക്കപ്പെടുന്നതിന് ഒരു മോഡലാകുന്നു. ഓക്കെ, അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് പറഞ്ഞു. അവിടെ കണ്ട ദർശനത്തിന്റെ വിവരം ആരോടും പറയരുത് എന്ന്. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടതെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതായത് മനുഷ്യപുത്രൻ പീഡിപ്പിക്കപ്പെടുന്നതിന് മുൻപായിട്ട് ഈ പഴയ നിയമത്തിലെ ശാസ്ത്രിമാർ പറയുന്ന പ്രകാരം ഒരു ഏലിയാവ് വരണ്ടേ എന്നാണ്. അതായത് ഏലിയാവ് യോഹന്നാൻ സ്നാപകനിലായിരുന്നു. ആ യോഹന്നാൻ സ്നാപകനിലൂടെ ഏലിയാവ് വിളിച്ചു ചേർത്ത ജനമാണ് യേശുവിനോട് കൂടി ഇപ്പോൾ ഈ മറുരൂപ മലയിൽ വന്നത് താഴേക്ക് വരുന്നത്. അവർക്ക് പോലും മനസ്സിലായില്ല ഏലിയാവ് ആരാണെന്നും യോഹന്നാൻ സ്നാപകൻ ആരാണെന്നും ആ ശുശ്രൂഷ എന്താണെന്നും. അങ്ങനെയെങ്കിൽ ഈ അന്ത്യനാളിലും അങ്ങനെ തന്നെയായിരിക്കും. വില്യം മരിയം ബ്രൻഹാമിലൂടെ ഏലിയാവിന്റെ ആത്മാവോടുകൂടിയാണ് അപ്പോസ്തലന്മാരെ, അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് നമ്മെ വിളിച്ച് മടക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വിശ്വാസത്തിൽ വന്നിട്ടും ആ പ്രവാചകനെയോ ആ സന്ദേശത്തെയോ തള്ളിക്കളയുന്നുവെങ്കിൽ ക്രിസ്തുവിനെ തള്ളിക്കളയും തുല്യം. അതാണ് മോശയോട് ക്രുദ്ധിച്ചവരൊക്കെയും വഴിയിൽ തള്ളിയിട്ടു എന്ന് പറയുന്നത്. മോശ അല്ല സംസാരിച്ചത്, മോശയിൽ നിന്ന് കർത്താവാണ് സംസാരിച്ചത്. അതുപോലെ വില്യം മരിയം ബ്രൻഹാമിലൂടെ കർത്താവാണ് സംസാരിച്ചത്, വില്യം ബ്രൻഹാം അല്ല. ദസ് സൈ ദ ലോർഡ് ആണ്.
ഓക്കെ. എന്നാൽ മത്തായി 17:1-14 വാക്യങ്ങൾക്ക് ആമുഖമായി മത്തായി 16:28 മേൽപ്പറഞ്ഞ സ്വഭാവം നടക്കുന്നതിന് മുമ്പായി യേശു പറഞ്ഞു. ഏത്? മത്തായി 17 അധ്യായത്തിൽ പറയുന്നതിന് മുൻപായി 16 അധ്യായം 28 മേൽപ്പറഞ്ഞ സംഭവം നടക്കുന്നതിന് മുമ്പായി യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ആ 3 അപ്പോസ്തലന്മാരും അവന്റെ രണ്ടാമത്തെ വരവിന്റെ മഹിമ കാണുകയുണ്ടായി. മലയിൽ വെച്ച്, അതായത് രൂപാന്തരപ്പെടുമ്പോൾ കർത്താവിന്റെ വരവിന് തുല്യമായ ഒരു മഹിമ അവിടെ കാണുകയുണ്ടായി. അവൻ രൂപാന്തരപ്പെട്ടത് അവർ കണ്ടു. അവന്റെ വസ്ത്രം അതിവെണ്മയായി തീർന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർ രൂപാന്തരപ്പെട്ടപ്പോൾ അവന്റെ ഇരുവശത്തുമായി മോശയും ഏലിയാവും നിൽക്കുന്നത് അവർ കണ്ടു. അതുപോലെ തന്നെയാണ് അവൻ വീണ്ടും വരുന്നത്. തീർച്ചയായും ഏലിയാവ് ആദ്യം വന്ന് മക്കളുടെ അല്ലെങ്കിൽ ജാതിയിൽ നിന്ന് മണവാട്ടി ഹൃദയം പഴയ അപ്പോസ്തലിക പിതാക്കന്മാരുടെ ഉപദേശത്തിലേക്ക് മടക്കി കൊണ്ടുവരും. അതായത് നമുക്കിന്ന് നിന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ സ്വർഗത്തിൽ 24 സിംഹാസനവും 24 മൂപ്പന്മാരെന്ന് പറയുന്നതിൽ 12 പേർ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ കർത്താവ് പഠിപ്പിച്ചിരുന്ന ഉപദേശത്തിൽ അല്ല യേശു വരുന്ന കാലത്തുള്ള ഇസ്രായേൽ മക്കൾ. അവർ തെറ്റി നിന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനിലൂടെ ഏലിയാവിന്റെ ആത്മാവ് വന്നിട്ട് അവർക്ക് വചനം കൊടുത്ത പ്രവാചകന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി പോകേണ്ടതിന്റെ ആവശ്യവും തെറ്റിപ്പോയതിന് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ആ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി അവർ യേശു ക്രിസ്തു നാമത്തിൽ, അവിടെ നാമം പറയുന്നില്ല, അവർ സ്നാനപ്പെടുകയും വേണ്ടത് ഉണ്ടായിരുന്നു പാപമോചനത്തിനായി. അങ്ങനെയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ സഭാപ്രസംഗി 1:9 പറയുന്ന പ്രകാരം സൂര്യന് കീഴിൽ പുതിയതായി ഒന്നും സംഭവിക്കില്ല. ഇത് അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് വന്ന് സഭ ഒരു ഉപദേശം നൽകി. അതിപ്പോൾ 2000 വർഷമായപ്പോൾ യേശു വരുന്നതിന് മുമ്പ് ഇവയെല്ലാം തെറ്റി നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴും ദൈവം ഒരു വ്യക്തിയെ ജാതികളുടെ ഇടയിലാണ് സുവിശേഷം അറിയിച്ചത്. യഹൂദനായിട്ടുള്ള ഒരാളല്ല വരുന്നത്. കാര്യം സുവിശേഷം വെറും 3.5 വർഷം മാത്രമേ യഹൂദന്മാരുടെ ഇടയിൽ അറിയിച്ചുള്ളൂ. ബാക്കി 2000-ഓളം വർഷവും ജാതികളുടെ ഇടയിൽ അറിയിച്ചത് കൊണ്ട് ജാതികളിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ എടുത്തിട്ട് ഈ ജാതികളെ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുപോകാം. കാര്യം ജാതികളുടെ സംഖ്യ തികയോളം ജാതികളെ യെരൂശലേം ചവിട്ടിക്കളയും. ജാതികളുടെ ഇടയിൽ അറിയിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ജാതികളിൽ നിന്ന് തന്നെ ഒരുവനെ എടുത്തു. ഇന്ന് വില്യം മരിയം ബ്രൻഹാം എന്ന വ്യക്തിയിലൂടെ ദൈവം സംസാരിക്കുകയാണ് അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക്. ഇപ്പം യൂട്യൂബ് കാണുന്ന പലരും ഉണ്ട്. ധാരാളം പേര് 60, 70, 100 അടുപ്പിച്ച് കാണാറുണ്ട്. നിങ്ങൾക്ക് ഏത് വിശ്വാസം എനിക്കറിയില്ല. നിങ്ങൾ ആര് കേട്ടാലും ന്യായവിധി വർദ്ധിക്കുന്നതേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ സ്നാനപ്പെടുകയും ഈ അന്ത്യനാളിൽ ദൈവം ഉപയോഗിച്ച, അവിടെയാണ് പ്രശ്നം വരുന്നത്. അതൊരു തടങ്കൽ പാറയും ഇടർച്ചക്കല്ലുമാണ് വില്യം മരിയം ബ്രൻഹാം എന്ന് കേൾക്കുമ്പോൾ. ഇത് തന്നെയായിരുന്നു നോഹ എന്ന പേരും മോശ എന്ന പേര്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ എന്ന പേര്, യേശു എന്ന പേര്, ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു വന്നപ്പോൾ യേശു ജനിച്ചതും സംസാരിച്ചതും കൂടെ പഴകിയതും എല്ലാം അവർക്കൊരു തടങ്കൽ പാറയും ഇടർച്ചക്കല്ലുമായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ കണ്ട് വിശ്വസിപ്പീൻ. ദൈവത്തിന്റെ വചനമാണ് നിവർത്തിയായിക്കൊണ്ടിരുന്നത്. മുടന്തൻ മാൻപേട പോലെ ചാടുമെന്ന് പറയുന്നത് അവർ കണ്ടിട്ടില്ലല്ലോ. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇതെല്ലാം യേശു വരുമ്പോൾ നടക്കുന്നു പ്രവചനം പറഞ്ഞിരുന്നത്. അതെല്ലാം കാണുന്നത്. അതുപോലെ അന്ത്യനാളിൽ ഒരുവനെ ദൈവം ഉപയോഗിക്കുമ്പോൾ ചില അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് വചനപ്രകാരം പറഞ്ഞിരിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ മുഴുവൻ ദാനിയേൽ കണ്ട ദർശനവും വെളിപ്പെടുത്തും. അന്ത്യനാളില് യോഹന്നാൻ കേട്ട 7 ഇടിനാദത്തിന്റെ മർമ്മങ്ങളും ബൈബിളിലെ മുഴുവൻ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നത് അന്ത്യനാളിലാണെന്ന് വചനം പറയുന്ന പ്രകാരം, അല്ലെങ്കിൽ 7-ാം സഭയുടെ കാലത്താണെന്ന് പറയുന്ന പ്രകാരം ഇദ്ദേഹത്തിലൂടെ വെളിപ്പെടുത്തിയ ആ വചനം മാത്രം നമ്മൾ ആദ്യം വിശ്വസിച്ചാൽ മതി. ബാക്കി ഓട്ടോമാറ്റിക്കലി കർത്താവ് നമ്മളെ ഗ്രഹിപ്പിച്ചോളും. ഓക്കെ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ വിളിച്ചു കൂട്ടിയ ജനങ്ങൾ പോലും അത് യോഹന്നാൻ സ്നാപകനിലൂടെയാണെന്ന് അറിയാത്തതുപോലെ ഇന്നും അങ്ങനെ തന്നെയാണ്. ഓക്കെ. രൂപാന്തരപ്പെടുന്ന സമയത്ത് അവന്റെ വസ്ത്രം അതിവെണ്മയായി തീർന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർ രൂപാന്തരപ്പെട്ടപ്പോൾ അവന്റെ ഇരുവശത്തുമായി മോശയും ഏലിയാവും നിൽക്കുന്നത് കണ്ടു. നോക്കൂ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. മലാഖി 4:5-6. ഇത് അവിടെ 2 വരവ്. പെന്തക്കോസ്തുകാരും മറ്റു സഭകളും ഇതെല്ലാം ഒറ്റ വരവെന്നാണ് പഠിപ്പിക്കുന്നത്. തെറ്റാണ്. വലുതും ഭയങ്കരവുമായ നാൾ, വലിയ വരവ്, കർത്താവ് തന്റെ ശരീരം യാഗമാക്കിയതാണ് വലിയ വരവ്. ഇനി ഭയങ്കരമായ നാൾ, അതായത് മഹോദ്രവവും വരുന്നതിനും മുമ്പ് ഒരു ഏലിയാവിനെ അയക്കുമെന്ന്. അതാണ് വില്യം മരിയം ബ്രൻഹാമിലൂടെ
ആ ഏലിയാവിന്റെ ആത്മാവോടുകൂടി അപ്പോസ്തലന്മാരുടെ വിശ്വാസം തെറ്റി നിന്നവരെ യഥാസ്ഥാനപ്പെടുത്തുകയും ദൈവം ഇദ്ദേഹത്തിലൂടെ സംസാരിച്ചിരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ കേട്ട് വിശ്വസിക്കുകയും വേണം. അതുകൊണ്ടാണ് നാം ഈ അദ്ദേഹത്തിലൂടെ കർത്താവ് സംസാരിച്ച മെസ്സേജ് ഒരുവനിലൂടെ ദൈവം സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇനി അധികമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുണ്ട്, അത് തന്നെ നമ്മൾ വായിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ പുസ്തകം വായിക്കുന്നതെന്ന്. നമുക്ക് അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതല്ലേ നമ്മളിന്ന് വായിക്കുന്നത്? എന്തിനാണ് അതിന്റെ ആവശ്യം? പരിശുദ്ധാത്മാവെന്ന് സകല സത്യത്തിൽ വഴി നടത്തുമെന്ന് യേശു സുവിശേഷങ്ങൾ പറഞ്ഞു. യോഹന്നാൻ 16 പറഞ്ഞില്ലേ? അത് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ച് പരിശുദ്ധാത്മാവുണ്ട്, എന്നെ ഇനി പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചോളും, എനിക്കിനി പഴയ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ എന്നെ ആത്മാവെന്ന് വഴി നടത്തും, എനിക്ക് സഭയും വേണ്ട, അപ്പോസ്തലന്റെ വിശ്വാസവും വേണ്ട, അവരുടെ വചനവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നിലുണ്ടെന്ന് ഈ അന്ത്യകാലത്ത് വില്യം ബ്രൻഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. അവസാന സമയമാകുമ്പോൾ അനേകർ എഴുന്നേറ്റ് എനിക്കും പരിശുദ്ധാത്മാവുണ്ട്, അതായത് വിശ്വസിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്, ഞാൻ ഇനി പുസ്തകം വായിച്ചിട്ട് വീട്ടിൽ ഇരുന്നോളാം, എന്നെ ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട, പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തിക്കൊള്ളും, അതാണ് ശരി എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ഇദ്ദേഹത്തിലുള്ള മുൻകൂട്ടി കർത്താവ് തന്നെ പറഞ്ഞിരിക്കാൻ ഇങ്ങനെ ഒരു ആത്മാവുള്ള ജനം ഉണ്ടാവും. അവർ ഏറിയ ഭാഗം തിരിച്ചു വന്നില്ലെങ്കിൽ അവർ എതിർ ക്രിസ്തുക്കൾ തന്നെയാണ്. സ്നാനപ്പെട്ട് ഇതിനകത്ത് ഇരുന്നാലും ശരി തന്നെ. ഈ കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അവിടെ അത് പറയാണ്, അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചെന്ന് നിങ്ങളെ വഴി നടത്തും എന്നുണ്ടെങ്കിൽ ഇതേ യേശു അല്ലേ പറഞ്ഞ പരിശുദ്ധാത്മാവ് സഭയിലാണ് അയച്ചിരിക്കുന്നത്. ഇന്ന് സഭയിലാണ് ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് സഭാരാധന വേണമെന്നും അപ്പം തുറക്കണമെന്നും സഭാരാധന കൂടണമെന്നും ദശാംശം കൊടുത്തിരിക്കണമെന്നും കാണിക്ക കൊടുത്തിരിക്കണമെന്നും ഒരു പുരോഹിതൻ ഉണ്ടായിരിക്കുന്നു, അവിടെ പരിശുദ്ധാത്മ ഉപദേശിക്കുമെന്ന് പറഞ്ഞ പ്രകാരം 5 തരം ശുശ്രൂഷ, 5 ഫോൾഡ് മിനിസ്ട്രി, അപ്പോസ്തലന്മാർ, പ്രവാചകൻ, ഉപദേശകന്മാർ എന്നിവരെ നിയമിച്ചുകൊണ്ട് ദൈവം സഭയിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നിങ്ങളുടെ അടുത്ത് വരും? ഇതാ പഴയ നിയമത്തില് ഒരു പ്രവാചകൻ പറഞ്ഞു, മീഖയാണെന്ന് തോന്നുന്നു, ദൈവം അന്ന് ഉപയോഗിച്ച പ്രവാചകൻ നിൽക്കുമ്പോൾ അടുത്ത കള്ളക്രിസ്തു പറയാണ്, യഹോവ ഇപ്പോൾ എന്നോട് കൽപ്പിച്ചു ദസൈതലോടെന്ന്. ഇദ്ദേഹം അയാളുടെ മുഖത്ത് ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ കടന്ന് ദൈവം നിന്റെ അടുക്കൽ വന്നോ എന്ന്. അത് അവന്റെ ഉറപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയിൽ ഏത് 7ാം ലവോദിക്ക കാലത്തുള്ള ദൈവസഭയുടെ നടുവിലൂടെയാണ് നടക്കുന്നത്. ബൈബിൾ പറയുന്നു, കത്തോലിക്ക പെന്തക്കോസ്തുള്ള സഭയിൽ നിന്ന് കർത്താവ് പുറത്തു വന്നു, വാതിൽ തുറന്നു വെച്ചിട്ട് പുറത്തു വന്ന് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും ശബ്ദം കേട്ടാൽ കർത്താവ് അവന്റെ ഹൃദയത്തിൽ അകത്ത് വരും. ഇന്ന് മനുഷ്യനിർമ്മിതമായ ഒന്നിലും ദൈവം വസിക്കുന്നില്ല. ആ പീരീഡ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചത് ഉപദേശകന്മാരിലൂടെ ദൈവം സഭയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സഭ കൂട്ടായ്മയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അത് അലക്ഷ്യമാക്കുന്നവരോട് അത് ശിക്ഷാർഹമാണ് എന്നും പറഞ്ഞിരിക്കെ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഇത് ഉത്തമ ബോധമുള്ള ഞാനായാലും നിങ്ങളായാലും ചോദിക്കണം. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പറയുന്നത് നിങ്ങളുടെ ഏത് ആത്മാവ് സാത്താനാണോ പറഞ്ഞതെന്നും ധൈര്യമായിട്ടും പറയണം. എല്ലാവരും പറയുന്നില്ല. കാര്യം ദൈവത്തിന്റെ വചനം എങ്ങനെ പറഞ്ഞിരിക്കണം. അന്ന് അദ്ദേഹത്തിന് അടി കൊടുത്തിട്ട് ചോദിക്കണമെന്ന് ഉറപ്പൊന്ന് ആലോചിച്ച് നോക്കൂ. ഭയമുള്ള ഇതിലല്ല അടുത്ത് എടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയാനായിട്ട് അധൈര്യമുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കില്ല. അപ്പൊ അതിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാനൊരു പുസ്തകം വായിച്ചാലാണ്, ഇന്നത്തെ ഈ എൻ്റെ മെസ്സേജിനകത്ത് അനേകം പുരോഹിതന്മാരുണ്ട്. അവർ വസ്ത്രത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും ജനങ്ങളിൽ നിന്നുള്ള പ്രീതിക്ക് വേണ്ടിയിട്ടും സഭ തുടങ്ങുന്നവരുണ്ട്. അവർ ദൈവം വിളിച്ചതല്ല, അവർ ദൈവവചനം കഠിനമായി പറയുകയില്ല, അവര് മുഖസ്തുതി നോക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുണ്ട്, എനിക്ക് തന്നെ അറിയാം. പണം വേണം, സമ്പാദിക്കാൻ വേണം, ജീവിക്കാൻ പണം വേണം, സഭ വേണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അങ്ങനെ നടത്തുന്നവരുമുണ്ട്. ഈ സഭയ്ക്കകത്ത് കഠിനമായി പറഞ്ഞതുകൊണ്ട് പോയവരും ധാരാളമുണ്ട്. അവിടെ പ്രവാചകൻ പറയുകയാണ്, ബിസ്ക്കറ്റും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് കിടക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ വിളിച്ചു പറയും. അവിടെ ആള് കുറയും. അതാണ് യഥാർത്ഥ സത്യസഭ. മറ്റത് ഉപദേശത്താൽ വശീകരിക്കുകയാണ്. ഇവിടെ അങ്ങനെ വശീകരിക്കുന്നില്ല. ഇവിടെ വശീകരിച്ച് നിർത്തുന്നത് ഒരുവൻ മാത്രം, അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഉപദേശം കഠിനമാണ്. അതുകൊണ്ടാണ് ഈ സഭ പറഞ്ഞത്, വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കം. മുൻകുറിക്കപ്പെട്ടവരെ വിളിച്ചും ഒരു കൂട്ടർ, അവർ അനേകർ. വിളിച്ചവരെ നീതീകരിച്ചും അത് വീണ്ടും കുറച്ചുകൂടെ കുറയും. നീതീകരിച്ചവരെ തേജസ്കരിച്ചും ആ തേജസ്കരണ സമയത്താണ് ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട. അത് ഈ സഭയിലും ഏത് സഭയിലെന്നാലും വളരെ ചെറിയൊരു കൂട്ടം മാത്രമേ ഉണ്ടാകുള്ളൂ. യഥാർത്ഥ വചനവുമായി വിശ്വസത്തോടെ നിൽക്കുകയും ആ വചനം അങ്ങനെ തന്നെ വിശ്വസത്തോടെ വിളിച്ചു പറയുകയും ചെയ്യുന്നത്. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ നോക്കില്ല. എത്ര ആൾ പറഞ്ഞാലും ഒരു വ്യക്തിയെ മുമ്പിലുള്ളെങ്കിലും അത് ഒരെണ്ണമെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ പോകണം. ബാക്കി തെറ്റായ രീതിയിൽ നിൽക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുകയുമില്ല, അവരും വിമർശിക്കും. അത്ര കഠിനമായിട്ടൊന്നും പറയണ്ടായിരുന്നു എന്ന് പറയും. അപ്പോഴും ദൈവത്തിന്റെ വചന ശരിയായ ആത്മാവിലാണോ പറയുന്നത് നോക്കുക. ഓക്കെ, യേശു അങ്ങനെ തന്നെയാണ് ശുശ്രൂഷിച്ചത്. ഓക്കെ.
ഞാൻ ആ കോട്ടിങ്സ് എടുക്കാം, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കോട്ടിങ്സ് എടുക്കാം. വെളിപ്പാട് 21:23. നഗരത്തിൽ പ്രവേശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ഏത്? കർത്താവിലേക്ക്. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കും. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അത് പുതിയ യെരുശലേമാണ്. കുഞ്ഞാട് ആ നഗരത്തിൽ ഉണ്ടായിരിക്കും. അവന്റെ സാന്നിധ്യം മൂലം അവിടെ വിളക്ക് ആവശ്യമില്ല. അവന്റെ സൂര്യൻ അവിടെ ഉദിക്കുകയോ പ്രകാശിക്കുകയോ ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവനാണ് അവിടെ സൂര്യനും അതിന്റെ പ്രകാശവും. ഹല്ലേലൂയ. അതിലേക്ക് വരുന്ന ജനം ആ വെളിച്ചത്തിൽ നടക്കും. വിശുദ്ധന്മാർ, ദൈവത്തിന്റെ ജനം. ആ ദിവസം നമ്മുടെ ജീവിതകാലത്തിലാണെന്നുള്ളതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? നമ്മൾ ഈ കാലത്ത് തന്നെ കർത്താവ് വരും. യോഹന്നാൻ ആ ദിവസം വരുന്നത് കണ്ട് കർത്താവായ യേശുവേ വേഗം വരണമേ. എന്തിനാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മീറ്റിംഗ് കഴിഞ്ഞ ശേഷം കർത്താവായ യേശുവേ വേഗം വരണമേ, നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് ചെയ്തോ, ആ നിമിഷം മുതൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വചനവിരുദ്ധമായി ജീവിക്കും. വേഗം വരണമെങ്കിൽ ജാതികളുടെ സംഖ്യ തികയണം. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തിട്ടെങ്കിലും ഒന്നാം സ്ഥാനത്താണ് ചെയ്യേണ്ടത്. ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കണം, സഭകളിലേക്ക് പോയി സത്യസുവിശേഷം അറിയിക്കണം. ആ എണ്ണം തികയുന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. കർത്താവേ വേഗം വരണമേ. കാര്യം അവിടുത്തെ മഹത്വം കണ്ടു, ഏലിയാവ് കണ്ടതുപോലെ. നോക്കൂ, നമ്മളും കണ്ടെങ്കിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല അധ്വാനിക്കുന്നത്, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. മലാഖി 4:1-3 വരെ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ഈ ദുഷ്പ്രവർത്തിക്കാരും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കൊലയും കൊള്ളയും വ്യഭിചാരവും പിടിച്ചു പറയും മോഷണം ചെയ്യുന്ന വിശ്വാസത്തിൽ നിൽക്കാത്തവരെ കുറിച്ചെന്നാണ് വിചാരം. അല്ല, നോക്ക്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞതുപോലെ ദുഷ്പ്രവൃത്തി എന്താണ്? കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിലുള്ളതല്ലാത്ത എല്ലാ പ്രവൃത്തിയും അധർമ്മമാണ്. അതുകൊണ്ട് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ ചെയ്യാൻ പറയുന്നത്. ഓക്കെ. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാകുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീറായിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടി മതിക്കും. അതായത് 1000 ആണ്ട് വാഴ്ച കാലത്ത് ഈ ദുഷ്ടന്മാർ അല്ലെങ്കിൽ ദൈവവചന വിരുദ്ധമായി ജീവിക്കുന്നവരെല്ലാം ഇവിടെ നശിച്ചു പോകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് മണവാട്ടിയുമായിട്ട് വിശുദ്ധരുമായി ഇവിടെ വരുന്നത് 1000 ആണ്ട്. അപ്പോൾ അവരുടെ വെണ്ണീറിന്റെ മുകളിൽ ചവിട്ടി നടക്കുക തന്നെ ചെയ്യും. ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആ സൂര്യൻ മുഴുശക്തിയോടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യപുത്രന്റെ ശക്തി 7 നിലവിളക്കുകളുടെ മധ്യേ ഇപ്പോൾ പ്രകാശിക്കുന്നു. നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ ഏറ്റുമരിച്ച അവൻ ന്യായാധിപതിയായി അവിടെ നിൽക്കുന്നു. ദൈവിക ന്യായവിധിയുടെ ഉഗ്രകോപം അവൻ തൻ്റെ മേൽ ചുമക്കുന്നു. ദൈവകോപത്തിന്റെ മുന്തിരിച്ചക്കിൽ അവൻ ത്യജിക്കപ്പെട്ട് ഒരു പാപിക്ക് അവന്റെ ശബ്ദം വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയോ പാറക്കെട്ടു നിറഞ്ഞ കടൽ തീരത്ത് തിരമാലകൾ ശക്തിയായി അടിച്ച് തകരുമ്പോൾ ഉണ്ടാകുന്ന അലർച്ച പോലെയോ ആയിരിക്കും. ഇന്നും മൃദുസ്വരം, സൗമ്യമായ സ്വരം, എന്നാൽ ഈ സ്വരം ന്യായനാളിൽ അവർക്കുണ്ടാകുന്ന ഭയപ്പാടിനാണ് പറയുന്നത്. എന്നാൽ ഒരു വിശുദ്ധൻ അവന്റെ ശബ്ദം അന്നും ഇന്നും അത് ഒരു കുഞ്ഞരുവിയിലൂടെ മധുരഗാനം എന്ന പോലെ ഒഴുകുന്നത് പോലെ ആയിരിക്കും. അവൻ ക്രിസ്തുവിൽ പൂർണ്ണ സംതൃപ്തിയുള്ളവനായി താഴെ കിടന്ന് വിശ്രമിച്ചുകൊണ്ട് ആ മധുര ശബ്ദം കേൾക്കും. ചൂടുള്ള സ്നേഹ രശ്മികൾ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് അവൻ പറയും, ഭയപ്പെടേണ്ട, ഞാൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവാകുന്നു. ഇതാരാണ് ഇരുന്നവൻ? യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യം. ഇരുന്നത് കർത്താവായ യേശു ക്രിസ്തു. ഇരുന്നവനും വരുന്നവനും, അത് വരുന്നവനും വന്നവനും. വന്നതാര്? അതേ കർത്താവായ യേശു ക്രിസ്തു. ഇനി വരുന്നതോ അതേ കർത്താവായ യേശു ക്രിസ്തു. അതാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ഒരുവൻ. ഇത് അതാണ് പിതാവ് ഇരുന്നവൻ, വന്നവൻ പുത്രൻ, വരാൻ പോകുന്നവൻ കർത്താവായ യേശു ക്രിസ്തു. ആത്മാവായിട്ടാണ് വരുന്നത്. അവിടെ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതുപോലത്തെ ശരീരത്തിലല്ല അവിടെ വരുന്നത്. അപ്പോൾ ഈ മൂന്നും ഒന്ന് തന്നെയാകുന്നു. ഇനി ജയം നേടിയ ക്രിസ്തു തീർന്നു. അല്പം കൂടെ ഉള്ളൂ, നിർത്താം.
ജയം നേടിയ ക്രിസ്തു, അതായത് ക്രിസ്തു മീൻസ് അഭിഷിക്തൻ. യേശു ക്രിസ്തു നമുക്കൊരു മുന്നോടിയായിരുന്നു. വെളിപ്പാട് പുസ്തകം 1:17-18 വരെ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി, കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചിട്ട്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. യെശയ്യാ പ്രവാചകൻ 44:6-7 അവിടെ വായിച്ചു നോക്കുക. അവിടെ പറയും, ഇസ്രായേലിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ ഞാനാകുന്നു ആദ്യനും അന്ത്യനും. ആ ആദ്യനും അന്ത്യനും ഇസ്രായേലിന്റെ രാജാവ് പറഞ്ഞത് തന്നെയാണ് യേശു പറഞ്ഞു, ഞാനാകുന്നു ആദ്യനും അന്ത്യനും. ഞാൻ മരിച്ചവനായിരുന്നു, അതായത് ഈ സ്വന്തം ജനത്തിന്റെ ഇടയിലേക്ക് വന്നിട്ട് വേർപെട്ടു, അവരിൽ നിന്ന് വേർപെട്ടാണ് മരണം. മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു ശരീരത്തിൽ വന്നിട്ട് വേർപാട് ഇല്ല. എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഏതൊക്കെ താക്കോല്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. സ്വർഗത്തിന്റെ താക്കോൽ യേശുക്രിസ്തുവിന്റെ അല്ല. സ്വർഗത്തിന്റെ താക്കോൽ പത്രോസിന് കൊടുത്തു. പത്രോസ് മുഖാന്തരം ആ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ ലഭിക്കുന്ന നമ്മുടെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോൽ. അതുകൊണ്ടാണ് ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിച്ചിട്ട് ആ വ്യക്തിയെ സ്വർഗീയ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ അവൻ കേട്ടില്ലെങ്കിൽ അവന്റെ പാപം നിങ്ങൾ നിലനിർത്തുന്നു എന്ന. അവൻ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് വന്നു കഴിഞ്ഞാൽ അവന്റെ പാപത്തെ മോചിക്കുന്നത് നമ്മൾ ആ കർത്താവ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്ഥാനത്തിലൂടെ നമ്മൾ മോചിപ്പിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. കർത്താവാണ് മോചിപ്പിക്കുന്നത്, പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണത്. ഓക്കെ, ഒരു മനുഷ്യനും ആ ദർശനത്തിന്റെ മുഴു ശക്തിയിൽ താങ്ങുവാൻ കഴിയുകയില്ല. യോഹന്നാന്റെ എല്ലാ ശക്തിയും ചോർന്നുപോയി. മരിച്ചവനെ പോലെ അവൻ കാൽക്കൽ വീണു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹമുള്ള കരം അവനെ തൊട്ട് അനുഗ്രഹീതമായ ശബ്ദം അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. നോക്കൂ, എന്നാൽ അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പാപം ഏൽപ്പിച്ച മുറിവിന്റെ ആഘാതം മുഴുവനും അവൻ ഏറ്റെടുത്തു. അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ആർക്കാണ്? കർത്താവ് യേശുക്രിസ്തുവിലുള്ളവർ. നമ്മൾ യേശുക്രിസ്തുവിലാകണമെങ്കിൽ പാപം മോചിച്ചിരിക്കണം. ആ പാപമോചനത്തിന് ഒറ്റ നാമമേ ഉള്ളൂ, ഒരു സ്നാനമേ ഉള്ളൂ. അത് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ. സ്നാനം ചെയ്യാത്ത എത്ര ജനങ്ങളുണ്ടെങ്കിലും, ഇപ്പൊ യൂട്യൂബിൽ കേൾക്കുന്ന ധാരാളം പേരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ 152 ആൾക്കാരുണ്ട്. എനിക്കറിയില്ല എന്റെ സഭയിലുള്ളവരാണോ അത് പുറത്തുള്ളവരാണോ അറിയില്ല. എന്തായാലും നിങ്ങൾ കേൾക്കുന്നിടത്തോളം ഈ ഒരു വിശ്വാസത്തിലല്ലാതെ സ്നാനപ്പെട്ട്, നിങ്ങളിപ്പോൾ സ്നാനപ്പെട്ട് യേശുനാമ സഭയിലുള്ള വ്യക്തികളായിരുന്നാലും ദൈവത്തിന്റെ വചനം ദൈവം ഈ കാലത്ത് നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറഞ്ഞാൽ, നോഹയെ ദൈവം അപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. അതുപോലെ ഈ കാലത്തേക്ക് വേണ്ടി ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കും. ആ മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നത് മുഴുവൻ തള്ളിക്കളയുന്നുവെങ്കിൽ നിങ്ങളും ന്യായവിധിയിൽ അകപ്പെടും. ഇപ്പൊ നിങ്ങൾ ഏതൊക്കെയോ കൂട്ടായ്മകളുള്ള ആളായിരിക്കാം, ഇല്ലെങ്കിൽ വെറുതെ ഇവിടെ വന്നിരുന്ന് കേൾക്കില്ല. ഇന്നലെയും കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച 60-70 ആൾക്കാർ കേട്ടു. ഓക്കെ, യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. യേശുക്രിസ്തുവിലാകണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ, യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനാകുവൻ. വിശുദ്ധനാകുവാനായിട്ട് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപമേറ്റ് പറഞ്ഞപേക്ഷിച്ച് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നെങ്കിൽ ദൈവം ഹൃദയം കണ്ടിട്ട് മാത്രമേ പാപം മോചിക്കുള്ളൂ. അവൻ മാത്രമേ വിശുദ്ധനാവുകയുള്ളൂ. അവന് മാത്രമേ യേശുക്രിസ്തുവിനെ ധരിക്കുവാനും യേശുക്രിസ്തുവിനെ ചേരുവാനും യേശുക്രിസ്തുവിലും യേശുക്രിസ്തു അവനിലും ആകുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അതിനാൽ ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. സഭ എന്തിനു ഭയപ്പെടണം? അവൻ നമുക്ക് മുൻപാകെ വെളിപ്പെടുത്തി കാണിച്ചു തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ എന്താണ് അവൻ നിവർത്തിക്കാതിരുന്നിട്ടുള്ളത്? നാം എന്തിന് ശിക്ഷാവിധിയെയും മരണത്തെയും ഭയക്കണം? അവ എല്ലാറ്റിനും അവൻ നമുക്ക് ജയം നേടിയിരിക്കുന്നു. നോക്കൂ, മരണത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ക്രിസ്തു ഇല്ല. അതിലെന്താ? മരണത്തിൽ സന്തോഷിക്കേണ്ട എന്താ? എത്രയും പെട്ടെന്ന് ശരീരത്തിന് വേർപെട്ടത് കർത്താവിനോട് കൂടെ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നാൽ യാതൊന്നിനും ക്രിസ്തുവിനെ ജയിക്കുവാൻ കഴിയില്ല. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. എഫേസ്യർ 4:10. അവന് എല്ലാറ്റിലും മേലായി ഒരു നാമം നൽകപ്പെട്ടിരിക്കുന്നു. അതെ, അവൻ മരണവും പാതാളവും കീഴടക്കി. അവന്റെ കൈവശം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുണ്ട്. അവൻ എന്ത് അഴിക്കുന്നുവോ അത് അഴിഞ്ഞിരിക്കും. കേട്ടോ, നമ്മളാണ് സ്നാനം സുവിശേഷം അറിയിച്ച് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ അവന്റെ പാപം അഴിച്ചു. നിങ്ങൾ ഒരുവന്റെ പാപം അഴിക്കുമ്പോൾ അഴിഞ്ഞിരിക്കും. നിങ്ങൾ ആരുടെ പാപം കെട്ടുന്നുവോ അവന്റെ പാപം കെട്ടപ്പെട്ടിരിക്കും. നമ്മൾ യേശുക്രിസ്തു നമ്മുടെ സ്നാനവും ഈ വിശ്വാസവും എല്ലാം പറഞ്ഞിട്ട് വിശ്വസിക്കാതിരിക്കുന്നെങ്കിൽ അവന്റെ പാപം അങ്ങനെ നിലനിൽക്കുകയാണ്. ന്യായവിധി നാളിൽ അവൻ പെട്ടുപോകും. എന്തുകൊണ്ടെന്നാൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്നു. അവന് മുമ്പായി ജയിക്കുന്നവനായി ആരും ഉണ്ടായിരുന്നില്ല. അത് യേശുവിന് മുമ്പ്. അവനെ കൂടാതെ ജയം കൊള്ളുന്നവനായും ആരുമില്ല. ഹല്ലേലൂയ. അവൻ ഒരുവൻ മാത്രമാണ് രക്ഷകനും വീണ്ടെടുപ്പുകാരനും. അവൻ ഒരുവൻ മാത്രമാണ് ഏകദൈവം, കർത്താവായ യേശുക്രിസ്തു. യോഹന്നാനെ ഭയപ്പെടേണ്ട, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട.
എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളത് എന്ന് അവകാശപ്പെട്ടിരിക്കുന്നു. എൻ്റെ എല്ലാ അധികാരവും നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ സർവാധികാരവും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ വന്നത് ഭയവും തോൽവിയും തരുന്നതിനല്ല, സ്നേഹവും ധൈര്യവും അധികാരവും നിങ്ങൾക്ക് തരുന്നതിനാണ്. എനിക്ക് എല്ലാ അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇറങ്ങി പുറപ്പെടുവേൻ. ലാസ്റ്റ് വിഷയം 7 നക്ഷത്രങ്ങളും 7 നിലവിളക്കും ഇതിനെ സൂചിപ്പിക്കുന്നു മാത്രം. വെളിപ്പാട് 1:20. എന്റെ വലങ്കയിൽ കണ്ട 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതനാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഈ 2 രഹസ്യങ്ങളുടെ സത്യവും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ 7 ദൂതന്മാർ ആരായിരുന്നുവെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആ രഹസ്യവും ദൈവത്തിന്റെ സഹായത്താൽ നമുക്ക് അറിയുവാൻ കഴിയും. 7 സഭായുഗങ്ങൾ നമുക്കറിയാം. അവയെല്ലാം തിരുവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉൾപ്പെടുന്ന അവസാന സഭാകാലത്തിലാണ് ഇപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാൽ ഈ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പായി അവൻ പൊൻനിലവിളക്കുകളുടെ നടുവിൽ വലതു കരത്തിൽ 7 നക്ഷത്രങ്ങളും എന്ന് നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണുക. ഓ, സർവശക്തിയുള്ള ദൈവത്തിന്റെ പദവിയിൽ അവൻ നിൽക്കുന്ന ആ കാഴ്ച ആരെയും കിടിലം കൊള്ളിക്കുന്ന ഒന്നാണ്. അവൻ ന്യായാധിപതിനും പുരോഹിതനും രാജാവും കഴുകനും കുഞ്ഞാടും സിംഹവും ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും സർവശക്തിയുള്ള ദൈവമായ കർത്താവും എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനും അവൻ തന്നെ ആകുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും അവനാണ്. അവൻ യോഗ്യത നേടിയ കുഞ്ഞാടാണ്. അവന്റെ ബലിയാൽ അവൻ നമുക്ക് രക്ഷ കൊണ്ടുവന്നു. ഇപ്പോൾ അവൻ സർവശക്തിയോടെ സർവമഹിമയോടും എല്ലാ അധികാരവുമുള്ള ന്യായാധിപതിയായി അവിടെ നിൽക്കുന്നു. അതെ, അവിടെ ആ പൊൻനിലവിളക്കുകളുടെ നടുവിൽ വലതു കരത്തിൽ 7 നക്ഷത്രങ്ങളുമേന്തി അവൻ നിൽക്കുന്നു. അത് എന്തുകൊണ്ടെന്നാൽ രാത്രിയിലാണോ നാം വിളക്ക് ഉപയോഗിക്കുന്നത്? ആ നക്ഷത്രങ്ങൾ സൂര്യനിൽ നിന്ന് പ്രകാശം പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് രാത്രി സമയമാണ്. സഭ വിശ്വാസത്താൽ അന്ധകാരത്തിലൂടെ ഇപ്പോൾ ലോകം, അതായത് ഇപ്പോൾ ലവോദിക്ക സഭാകാലം എന്ന് പറയുന്നത് 3 കുതിരകൾ, 3 കളറ്, ചുമപ്പ്, കറുപ്പ്, വെള്ള, ഈ 3 തരം പെയിന്റും ഒരേ അളവിൽ ഒരല്പം എടുത്തിട്ട് നമ്മൾ കൂട്ടി കലർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കളറുണ്ട്. ഏതാണെന്ന് പറയാൻ കഴിയില്ല. അത് ഇരുൾ നിറഞ്ഞതാണോ എന്നാൽ വെളിച്ചം നിറഞ്ഞതുമല്ല. അങ്ങനെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാത്ത തരത്തിലിരിക്കുന്ന കാലമാണ് ഇപ്പോൾ. അതായത് ലോകത്തുള്ള ഈ ബൈബിൾ കോളേജിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു ദൈവം എന്ന് പഠിപ്പിച്ചിരിക്കുമ്പോൾ വ്യത്യസ്തമായി നിൽക്കുന്ന ഇതിൽ ഏതാണ് ശരിയെന്ന് അറിയാത്ത തരത്തിൽ ഇരിക്കുന്നതിൽ നിന്നാണ് ദൈവത്തിന്റെ ജനത്തെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ ശുശ്രൂഷ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുളിൽ നിൽക്കുമ്പോഴാണ് ചെറിയൊരു നക്ഷത്രം പ്രകാശിക്കുന്നത്. നക്ഷത്രം ദൈവത്തിന്റെ കയ്യിലെ ഏഞ്ചലാണ്. ആ നക്ഷത്രം വന്നിട്ട് ചെറിയ ഒരു പ്രകാശം തന്ന് നമ്മെ ചന്ദ്രനിലേക്കാണ് കൊണ്ടുപോകുന്നത്. സൂര്യനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചന്ദ്രൻ സഭയാണ്. സഭയിലേക്ക് കൊണ്ടുപോകും. സഭയിലാണ്, അവിടെ ഇരുത്തിയാണ് ഒരുക്കുന്നത്. ദൈവത്തിന്റെ സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി ചന്ദ്രനിൽ നിന്നാണ് പിന്നീട് പ്രകാശം വരുന്നത്. ചന്ദ്രനും നക്ഷത്രവും എന്ത് വിളിച്ചു കാണിക്കുന്നു? ഒരു സൂര്യനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രവാചകനിലൂടെ അറിയിച്ച ചെറിയ സന്ദേശം നമ്മെ ഒരു സഭയിലേക്ക് കൊണ്ടുവരികയും, അതാണ് നേരത്തെ പറഞ്ഞത്, സഭാരാധന നിങ്ങൾ മറ്റുള്ളവരെ പോലെ അലക്ഷ്യമാക്കരുത്. സഭാരാധന കൂടിയിരിക്കണം, ദശാംശം കൊടുത്തിരിക്കണം, കാണിക്ക കൊടുത്തിരിക്കണം, തിരുവത്താഴം കഴിച്ചിരിക്കണം. കൂട്ടായ്മയുടെ കീഴിൽ പുരോഹിതനോടുകൂടെ ചേർന്ന് ആ സഭയുടെ കയ്യിൽ വചനത്തിന്റെ കീഴിൽ ചന്ദ്രനിൽ ഇരുന്ന് വീണ്ടും പ്രകാശം വർദ്ധിപ്പിച്ചാൽ മാത്രമേ സൂര്യൻ ആകർഷിക്കപ്പെടുകയും മുകളിലേക്ക് പോവുകയും ചെയ്യുകയുള്ളൂ. ഇത് സഭയുടെ ഒരു രീതിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ സന്ധ്യാസമയമാണ്. സഖ്രിയ 14:7 പറയുന്ന വചനം ഇപ്പോൾ നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലുമല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ഇപ്പോഴാണ് ഇരുള് ആയിരിക്കുന്ന, എന്നാൽ പ്രകാശമില്ലാത്ത തരത്തിൽ വചനം പഠിപ്പിച്ചിരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ വചനപ്രകാരം വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ജനത്തെയാണ് കർത്താവ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളിലും ആരെങ്കിലും യൂട്യൂബ് കാണുന്നവർ ഉണ്ടെങ്കിൽ, കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് യേശുനാമം സ്ഥാപിച്ച് നിന്നിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ ധാരാളം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ സന്ദേശത്തിന്റെ കീഴിൽ തന്നെ വരിക വേണം. വളരെ ബുദ്ധിമുട്ടാണ്. ദൈവം പേര് പറഞ്ഞിട്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ദൈവത്തിന്റെ ജനത്തിന്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി എളിമ ധരിക്കും. ഇവിടെ എന്ത് പറയുന്നുവോ അതിന് കീഴ്പ്പെട്ടു പോകും. ഞാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ അത് കോലാടാണ്. അത് അവിടെ ചാടി ഇവിടെ ചാടി നടക്കുന്നതാണ്. ചെമ്മരിയാട് ഇടയന്റെ പാദം നോക്കി നടക്കും. ഇടയൻ നിന്നാൽ അവിടെ നിൽക്കും. ഇടയൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിനെ ഭക്ഷിക്കും, മുന്നോട്ട് പോകും. ഇതാണ് അനുസരണകൾ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആടുകളെ ചെമ്മരിയാടിനോട് ഉപമിച്ചിരിക്കുന്നത്. ധാരാളം വിഷയങ്ങളുണ്ട്.
ആ ചെമ്മരിയാടിന് രോമം കത്തിരിക്കുമ്പോൾ ആലോചിച്ചോ, മിണ്ടാതെ കിടക്കും. കാര്യം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് യജമാനന് രോമം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നു. അതുകൊണ്ട് അത് മിണ്ടാതെ കിടക്കും. പക്ഷെ നമ്മളിവിടെ അനേകം പേർ ദൈവത്തിന്റെ വചനത്തിന് മുകളിലൂടെ പോകുന്നുവോ, സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കൂടെ പോകുന്നുവോ, എളിമയിൽ താഴ്മയിൽ കർത്താവിനെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുക. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. അവിടെ എഴുതുന്നു. അടുത്ത് രണ്ടാമത്തെ സഭാകാലത്തിന്റെ 1-ാം സഭാകാലമാണ് അടുത്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 7 മുതൽ 1-ാമത്തെ മുതൽ എടുക്കുന്നത്. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ, മർമ്മങ്ങൾ കർത്താവെ അനേകം ജനങ്ങൾക്ക് മറച്ചു വെച്ചിരിക്കുമ്പോൾ, കോടിക്കണക്കിന് ജനത്തിന് മറച്ചു വെച്ചിരിക്കുന്ന സത്യം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്ന മഹാകൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ആ ദൈവിക വെളിപ്പാടിലാണ് സഭ കെട്ടുന്നത്, വചനത്തിലല്ല സഭയെ കെട്ടുന്നത്. വചനം നമുക്ക് ബൈബിൾ എഴുതി തന്നിരിക്കുന്നു. വചനത്തിൽ നിന്ന് എഴുതിയിരുന്ന രഹസ്യമായി വെച്ചിരുന്ന 7 മർമ്മങ്ങൾ മുദ്രകളാൽ മുദ്രണം ചെയ്തിരുന്നതിൽ നിന്നും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന മെസ്സേജ് ആവുന്നു ഇത്. ഈ മെസ്സേജിനകത്തും മർമ്മമായും ഗൂഢമായും ഉപമയായും പറഞ്ഞിരിക്കുന്നതിന്റെ നാദം തിരിച്ചറിഞ്ഞ്, അതായത് വെളിപ്പാട് തിരിച്ചറിഞ്ഞ ആ വെളിപ്പാടിൽ കർത്താവ് യേശുക്രിസ്തു സ്ഥാനമേറ്റ് ആ ഒരു മുദ്രയേറ്റ് നിൽക്കുന്നവരെ മാത്രമാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള കർത്താവ് ഇന്ന് കേട്ട സന്ദേശത്തോടൊപ്പം വിശ്വസ്ത പുലർത്തിക്കൊണ്ട് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഓരോരുത്തരും ഒരുക്കണമേ. ആർക്കെങ്കിലും വിഷമമായി ദുഃഖമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവരതിനോട് യോജിച്ചു പോകണം, വചനത്തോടു കൂടി യോജിച്ചു പോകാനുള്ള കൃപ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മംഗള നാമം മഹത്വനായിരിക്കട്ടെ. യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ആശീർവാദം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവുവരെയും നമ്മൾ എല്ലാവരോടും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഈ കൂട്ടായ്മ തിരിച്ചു വിട്ടിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലെസ് യു.